എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം ഒന്ന് കണ്ടിട്ട് വരാം. ഇത് നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് പോകുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് പാതാമ്പുഴ റൂട്ടിലേക്ക് പോകണം. ഏകദേശം 13 കിലോമീറ്റർ സഞ്ചരിച്ചാലേ പാതാമ്പുഴ എത്തുള്ളൂ. അവിടുന്ന് നമുക്ക് അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം കാണാം. അപ്പോൾ നമ്മൾ പാതാമ്പുഴ എത്തി. ഇവിടുന്ന് കുറച്ചുകൊണ്ട് പോയി പാതാമ്പുഴ ജംഗ്ഷനായി. ഇവിടെ ഒരു ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ ബോർഡൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കോൺക്രീറ്റ് റോഡാണ്. ഇതിൽ നമുക്ക് താഴേക്ക് പോകണം. ഇവിടുന്ന് നമ്മൾ 2 കിലോമീറ്ററാണ് നമുക്ക് അകത്തേക്ക് പോകേണ്ടത് മെയിൻ റോഡിൽ നിന്ന്. നമ്മളിപ്പോൾ 13 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈരാറ്റുപേട്ടയിൽ നിന്ന് പാതാമ്പുഴ വരെ എത്തിയത്. അവിടുന്ന് മുണ്ടക്കൈ, ആ റോഡ് മെയിൻ റോഡ് എന്ന് പറയുന്നത് ഈരാറ്റുപേട്ട മുണ്ടക്കൈ റോഡാണ്. അവിടുന്ന് നമുക്ക് നേരെ 17 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുണ്ടക്കൈ എത്തും. മുണ്ടക്കയത്ത് വരുന്നവർക്ക് 17 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാതാമ്പുഴ എത്താം. ഇവിടെ നമ്മൾ ഈ ചെറിയ പാലം കടന്ന് വലത്തേക്ക് പോകണം. വലത്തേക്ക് ഇവിടുന്ന് നേരെ പോയാൽ മതി. നേരെ പോകുന്നത് അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടത്തിലാണ്. കുറച്ച് നല്ല കയറ്റം, കുറച്ച് റബ്ബർ തോട്ടം, അങ്ങനെയുള്ളൊരു കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഇവിടെ. ഇത് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൻ്റെ കീഴ്പ്പെടുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഈ അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം ഇരിക്കുന്നതും പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൻ്റെ ടൂറിസം പദ്ധതിയിൽപ്പെട്ടാണ്. അത്യാവശ്യം നല്ലൊരു കയറ്റമാണിത്. എല്ലാ വണ്ടിയും കയറി വരുന്ന നല്ല വഴി തന്നെയാണ്. ബൈക്ക്, കാറ്, ജീപ്പ് എല്ലാ വണ്ടികളും വരുന്ന വഴിയാണ്. ഇവിടം വരെയാണ് നമ്മുടെ വണ്ടി വരുന്നത്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇതാണ് അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി. ഇവിടെ അത്യാവശ്യം ചെറിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ബോർഡുകളെല്ലാം കൃത്യമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക, അതെല്ലാം പഞ്ചായത്തിൻ്റെ വകകളാണ്. നമുക്ക് ഈ വഴി താഴോട്ടാണ് പോകേണ്ടത്. ഇവിടുന്ന് കുറച്ച് അത്ര നല്ല വഴിയല്ല, വണ്ടിയൊന്നും പോവില്ല, നടന്നു തന്നെ പോകണം. ഇതൊരു റബ്ബർ തോട്ടത്തിലൂടെയുള്ള വഴിയാണ്. ഇതിൽ നടന്ന് കുറച്ചങ്ങോട്ട് പോകണം. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ചേ നടക്കാനുള്ളൂ. ആ താഴെ കാണുന്നത് അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം ഒഴുകി വരുന്നതാണ്. മേളിൽ നിന്ന് തട്ടായിട്ട് വെള്ളം ഒഴുകി വരുന്നതാണ്. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് വെള്ളം കുറച്ച് കുറവാണ്. മഴയുള്ള സമയത്ത് നല്ല പവർഫുൾ ആയിട്ടുള്ള വെള്ളച്ചാട്ടം തന്നെയാണിത്. എല്ലാം പടരെല്ലാം കയറി
വഴി ഇറച്ച് മോശമാണ്, നമ്മൾ ശ്രദ്ധിച്ചൊക്കെ വരണം. പഴുക്കലുണ്ട്, വള്ളിപ്പയറുകളെല്ലാം കയറി കിടക്കുകയാണ്, കാട് പിടിച്ച് കിടക്കുകയാണ്. വെള്ളമെല്ലാം ഒഴുകി പായൽ വന്ന് പിടിച്ച് കിടക്കുകയാണ്. ഇതിൽ സൂക്ഷിച്ച് വേണം വരാൻ. എല്ലാം ഇവിടെ വെള്ളച്ചാട്ടം എത്താറായി. താഴെ കാണുന്ന വെള്ളച്ചാട്ടം ഒഴുകി പോകുന്ന സ്ഥലമാണ് കാണുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ അരുവിയാണ് കാണുന്നത്. അതിൻ്റെ ചാലാണ് താഴെ എല്ലാം കാണുന്നത്. അതെല്ലാം നല്ല ക്ലിയർ കാണാം. ഇവിടെ കേട്ടാൽ നമുക്ക് സൗണ്ട് തന്നെ കേൾക്കാം. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നമുക്ക് അടുത്ത് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നല്ല മഴക്കാലമായി കഴിഞ്ഞാൽ ഈ അടുത്തങ്ങ് നിൽക്കാൻ പറ്റില്ല, അതുപോലെ വെള്ളം തെറിക്കുന്ന സ്ഥലമാണ് വെള്ളച്ചാട്ടം. ഇതാണ് അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം, കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം. ഉയരം കൂടിയ വെള്ളച്ചാട്ടം മാത്രമല്ല, യാതൊരു അപകടവും ഇല്ലാത്തൊരു വെള്ളച്ചാട്ടമാണിത്. ഇതുവരെ അങ്ങനെ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തൊരു വെള്ളച്ചാട്ടം. നല്ല ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. ഏകദേശം 235 അടിയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട് നമുക്ക് ഈ പ്രദേശത്ത് ഒന്നും നിൽക്കാൻ പറ്റില്ല, ഒന്ന് ഷൂട്ട് ചെയ്യാൻ പോലും പറ്റില്ലാത്ത രീതിയിൽ വെള്ളം ഈ ഏരിയയിലെല്ലാം വന്നുകൊണ്ടിരിക്കും. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുറവാണ്. ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്നൊന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു വെള്ളച്ചാട്ടമാണ് അരുവിക്കച്ചാൽ. കോട്ടയം ജില്ലയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മുണ്ടക്കയത്ത് നിന്നും ഈരാറ്റുപേട്ടയിൽ നിന്നും വരുന്നവർക്കെല്ലാം പാതാമ്പഴ വന്ന് 2 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാൽ മതി ഈ വെള്ളച്ചാട്ടം എത്താനായിട്ട്. ഈ വെള്ളം വന്ന് പതിക്കുന്ന ഏരിയ അധികം കുഴിയോ ഒത്തിരി താഴ്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ഇറങ്ങി കുളിക്കാം. കൊച്ചുകുട്ടികൾക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റിയൊരു സൗകര്യത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു അപകടമോ യാതൊരു ബുദ്ധിമുട്ടുകളും വരുന്നവർക്കില്ല. അപ്പോൾ അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നമസ്കാരം.